നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം ഫോട്ടോയിൽ എങ്ങനെയാണ് പോസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. നിങ്ങൾക്ക് ഈ ചിത്രം തന്നെ ഉദാഹരണമായിട്ട് കാണാം. ഒരേ വ്യക്തി, ഒരേ വസ്ത്രം, ഒരേ പശ്ചാത്തലം, പക്ഷേ ഔട്ട്പുട്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഫോട്ടോ പോസ് ചെയ്യുന്നത് മാറുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ ഗംഭീരമായി മാറുന്നതാണ്. മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെയൊക്കെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. ആ ഇരുത്തമൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ ഗംഭീരമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഫോട്ടോനെ എങ്ങനെയാണ് പോസ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിക്കും. അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പരസ്യം കാണിക്കും. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ പോലും ഉണ്ട്. നമുക്ക് ആവശ്യം ഇവിടെയുള്ള വ്യൂ പോസ് എന്ന ആദ്യത്തെ ഓപ്ഷനാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിരവധി കാറ്റഗറിയിൽ ഇതുപോലെ ഫോട്ടോ പോസുകൾ കാണാൻ സാധിക്കുന്നതാണ്. ബൈക്കിലിരുന്നെടുക്കാവുന്ന പോസുകൾ, കാറ് പശ്ചാത്തലമാക്കാവുന്നത്, അതുപോലെ ഔട്ട്ഡോർ, ഇൻഡോർ, സെൽഫി, സ്ട്രൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇനി നിങ്ങൾക്ക് വിവാഹ ഫോട്ടോയുടെ പോസാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് വരിക. പ്ലേ സ്റ്റോറിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള ഫോട്ടോ പോസിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കുട്ടികൾക്കുള്ള ഫോട്ടോ പോസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ കാറ്റഗറി ഓപ്പൺ ചെയ്താൽ ലഭിക്കുന്നതാണ്. പുരുഷന്മാർക്കും കുട്ടികൾക്കും ഉള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. മറ്റുള്ളവർ ആപ്ലിക്കേഷൻ മറ്റുള്ളത് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ ഒരു കാറ്റഗറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ കാറ്റഗറി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫോട്ടോ പോസുകൾ ലഭിക്കും. ഞാനിപ്പോൾ ഇൻഡോർ ആണ് എടുത്തിരിക്കുന്നത്. വീട്ടിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന മനോഹരമായ പോസുകൾ ഇതിനകത്തുണ്ട്. ഇതുപോലെ സെൽഫി പല കാറ്റഗറിയിലും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ കാറ്റഗറി തുറന്നിട്ട് അതിനകത്ത് നിന്ന് ഏത് പോസാണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ താഴെ സേവ് ചെയ്യാനും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് 16 നിങ്ങളുടെ ഫോണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സേവും ഷെയറിൻ്റെ ഒക്കെ ഓപ്ഷൻ നമ്മുടെ നാവിഗേഷൻ ബാറിൻ്റെ താഴെ പോയി നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് സേവും ഷെയറൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ആ ഫോട്ടോ പൊസിഷൻ ഓർത്ത് വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അതുപോലെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.